പെട്രോളിന്റെ വില ഇന്ത്യയിൽ 100 രൂപയിലധികമായി. കേരളത്തിൽ 90 കഴിഞ്ഞു. സെഞ്ചുറി അടിക്കാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. പക്ഷെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. വിലയൊന്ന് കുറച്ചു കൊടുക്കാൻ നമ്മളെ ഭരിക്കുന്നവർക്ക്, അധികാരമുള്ളവർക്ക് തോന്നുന്നുമില്ല. എന്താ കാരണം? ഈ പ്രിവിലേജ് കമ്മ്യൂണിറ്റിയെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ ഒരു MLAക്ക് ഒരു വർഷം 2,25,000 രൂപയുടെ പെട്രോൾ അലവൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒരു മന്ത്രിക്ക് പെട്രോൾ ഫ്രീ ആണ്. ഇവിടുത്തെ ഉന്നത ബ്യൂറോക്രാറ്റ്സിന്, പോലീസ് തലവന്മാർക്ക്, ജില്ലാ കളക്ടർമാർക്ക്, അങ്ങനെ നമ്മളെ ഭരിക്കുന്നവർക്ക്, അധികാരമുള്ളവർക്ക്, നയങ്ങൾ രൂപീകരിക്കേണ്ടവർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് കഷ്ടമാണ് ജനങ്ങളോട് തോന്നുക? ഇത് ബാധിക്കുന്നത് എന്നെയും നിങ്ങളെ പോലെ സാധാരണക്കാരനെയാണ്. ഒരു ദിവസം 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്ന സാധാരണക്കാരനെ ബാധിക്കും. അതുകൊണ്ട് ഇത് കൂടിക്കൂടി പോകുമ്പോൾ ഇതിന്റെ എല്ലാ തിക്ത ഫലങ്ങളും അനുഭവിക്കുന്നത് സാധാരണക്കാരനാണ് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഒരു രാജ്യത്തൊരു നയം രൂപീകരിക്കുമ്പോൾ ആ നയം മൂലം ആ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നനുസരിച്ച് വേണം നയം രൂപീകരിക്കാനെന്ന്. അപ്പൊ ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന ഈ പ്രശ്നം ഇവിടുത്തെ പ്രിവിലേജ് കമ്മ്യൂണിറ്റിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെട്രോൾ വില വർധനയെ പറ്റി ഒരു അക്ഷരം മിണ്ടാത്തത്. കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞു, തീരുവ കുറയ്ക്കില്ല. കുറയ്ക്കരുത് സാർ, നിങ്ങൾക്കൊക്കെ സുഖങ്ങളാണ്. നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങളുടെ താമസം, നിങ്ങളുടെ യാത്ര ഇതെല്ലാം ഫ്രീ ആണ്. പൊതു ഖജനാവിൽ നിന്ന് നിങ്ങൾ ഈടാക്കിയെടുക്കുന്നു. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഇതെങ്ങനെ പോയാൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നമ്മളൊക്കെ വലിയ വായിൽ പറയും, ബ്രിട്ടീഷുകാർ നമ്മളെ കൊള്ളയടിച്ചു. അത് തന്നെയല്ല ഇപ്പോഴും നടക്കുന്നത്. അന്ന് അവർ തുടങ്ങി വെച്ച കാര്യം, അവർ തുടർന്ന കാര്യം, ഈ നാട്ടിലെ എല്ലാ സ്വത്തും സൗകര്യങ്ങളും കൊള്ളയടിച്ച് അവരുടെ സുഖത്തിന് വേണ്ടി തുടങ്ങിയ അതേ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോഴും ഈ ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ തുടരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് മേലാളന്മാർ, നമ്മളെ ഭരിക്കുന്നവരൊക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ പങ്കുപറ്റി പെട്രോൾ അടിച്ച് നടക്കുമ്പോൾ, എത്ര രൂപ കൂടിയാലും അതിന്റെ എല്ലാം സൗകര്യത്തിന്റെ പുറത്ത് നടക്കുമ്പോൾ ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന വിലവർദ്ധനെ പറ്റി അവർ അക്ഷരം മിണ്ടില്ല എന്നുള്ള സത്യം. ഞാൻ ഇതൊക്കെ പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്തിനും ന്യായീകരിച്ചും തള്ളിയും ഇവിടെ വലിയ സുഖങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, വികസനം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരൊക്കെ ഒരു നിമിഷം ആലോചിച്ച് നോക്കിക്കോണം. ഈ തള്ളുന്നവർ, നിങ്ങൾക്കൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്ന അധികാരമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രിവിലേജ് കമ്മ്യൂണിറ്റിയെ ഒരു തരത്തിലും ഇതിന്റെ വിലവർദ്ധനവ് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതിന്റെ കഷ്ടപ്പാട് മുഴുവൻ എനിക്കും നിങ്ങൾക്കും മാത്രമാണ്. ഇതാണ് സത്യം. താങ്ക് യു സോ മച്ച്.